ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിതവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മൾ ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ ആയതുകൊണ്ട് നല്ല വിശദീകരിച്ച് വീഡിയോ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചെടുത്തതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്നതിൻ്റെ ഒരു പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ശനിയാഴ്ചയാണ് കേട്ടോ. അതിപ്പോൾ അപ്ലോഡാക്കി ഇടുമ്പോൾ എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം ഞാൻ പോയി വന്ന് അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് കളിച്ച് ആകെ മൂക്കൊക്കെ അടഞ്ഞ് സൗണ്ട് ഇപ്പോഴും ഇല്ല, കൊടുക്കുമ്പോഴും ഇല്ല. അപ്പോൾ എന്തൊക്കെ എപ്പോഴും അതിടാൻ എന്നുള്ള ഒരു പൊട്ടും എനിക്കില്ല. ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതിന് പെട്ടെന്ന് എന്താ പറയുക കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു കുഞ്ഞ് ഒരു ചിന്ന ചിന്ന പരിപാടികളൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു വിശദമായിട്ട് അങ്ങോട്ടൊരു വലിയൊരു വീഡിയോ ആയിട്ട് അവിടെ കിടക്കട്ടെ. കാരണം നമ്മൾ കുറേ കഴിഞ്ഞൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതാ ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ചും ഉണ്ടാക്കണം. നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ഇവിടുന്ന് പുറപ്പെടുന്നത്. അവിടെ 3 മണിയാകുമ്പോൾ എത്തണം. നമ്മൾ പോകുന്ന സ്ഥലം അത് നമുക്ക് കാണാൻ പോകുമ്പോൾ അങ്ങനെ പറയില്ല, അല്ലാതെ ഒരൊന്നൊരുന്നായിട്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പറയാം. അപ്പോൾ 2 മണിക്ക് ഇറങ്ങാനുള്ളത് കൊണ്ട് നമുക്ക് ഉച്ചക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്ക് ലഞ്ചും ഒക്കെ ഉണ്ടാക്കി തിന്ന് പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ബ്രഞ്ച് ആക്കിയിട്ട് ഒരൊറ്റ ഐറ്റംസ്, അതായത് ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നലെ കേട്ട് എത്തിയിട്ടുള്ളൂ നീനുട്ടി എത്തിയതുകൊണ്ടും പിന്നെ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ടും പിന്നെ ഒക്കെ എന്തെങ്കിലും ഓള് വന്ന സ്ഥിതിക്ക് 2 ദിവസം ഓള് ലീവ് എടുത്ത് വന്നതാണ് 2 ദിവസത്തിന്. അപ്പോൾ ഒക്കെ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കും വേണ്ടേ. പിന്നെ നമ്മൾ തിരിച്ചു വന്നാൽ പിന്നെ നമുക്ക് പോകാനുമായി. അപ്പോൾ ഞാൻ കരുതി ബിരിയാണി ഇങ്ങോട്ട് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചോറ് കറി അത് ഇതൊക്കെ ഉണ്ടാക്കണേക്കാണ് എനിക്കും എളുപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് ബിരിയാണി ദമ്മിടുക എന്നുള്ളതാണ്. അതാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. പോരാത്തതിന് നമുക്ക് പണി എളുപ്പമാണ്. ഒരു തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ രാവിലെ വേഗം 10-11 ആയപ്പോഴേക്കും ബിരിയാണി ദമ്മിട്ടു കേട്ടോ. 1 കിലോ റൈസും 1 കിലോ ചിക്കനും വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കി. അപ്പോഴാണ് അറിയണത് ഐറൂസും മോളൊക്കെ വരുന്നുണ്ട്. ഓല അവിടുന്ന് വരാമെന്നാണ്. അതായത് ഓലുണ്ട് ട്രിപ്പിന്. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഉമ്മയും ഇപ്പയും നുജൂമും ഞാനും പിന്നെ നീലും പിന്നെ കോഴിക്കോട് നിന്ന് തുത്തും മക്കളും പിന്നെ എന്താ പറയുക എൻ്റെ മോളും ഹസ്ബൻഡും ഐറൂസും പിന്നെ ഞങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ മോളൊക്കെ അവിടുന്ന് കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു. ഓല അവിടേക്ക് എത്തിയേക്കായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് അങ്ങോട്ടാണ് എത്തിയേക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓള് അവിടുന്ന് വരുമെന്ന് കരുതിയിട്ട് ഞാൻ ഒരു എന്താ പറയുക സാവധാനമൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഐറൂസിന് തീരെ വയ്യ. അപ്പോൾ ഓൾ ഇങ്ങോട്ട് വരികയാണ്. ഇവിടുന്ന് ഒരുമിച്ച് പോവുകയാണ്. നോക്ക് മോളൂന് കുറേശ്ശെ പനിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒടുക്കെങ്കിലും പോകാനേ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ദിവസമായിരിക്കും എല്ലാവർക്കും വയ്യായി വരിക അല്ലേ. അപ്പം ഞാൻ മോളൂനാണെങ്കിൽ എങ്ങോട്ടേക്ക് പോവുക, പിന്നെ എല്ലാവരും കൂടുക, ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓക്ക് ഈ ചെറിയ പനിയൊക്കെ ആണെങ്കിൽ ഓള് ഗുളിക കുടിച്ചിട്ട് ഇങ്ങനെ മെയിനേജ് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. ഓക്ക് പോരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐറൂസിന് വയ്യ, ഓക്കും വയ്യ, രണ്ടാം കൂടി വയ്യാതാവുമ്പോൾ ഒക്കെ ഐറൂസിന് മെരുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരുമിച്ച് ഇവിടുന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വേഗം പണിയൊക്കെ തീർക്കുകയാണ്. കാരണം വയ്യാത്ത ഐറൂസിനെ കൊണ്ട് വന്നാൽ ഒരു പടി നടക്കില്ല. എനിക്ക് ഓൻ്റെ മുഖം കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. കാരണം അങ്ങനെയൊക്കെ നമുക്ക് കരയിപ്പിക്കാനും തോന്നില്ലല്ലോ. അല്ലാത്ത ടൈമിൽ ഇനി കുറച്ചേരം കരഞ്ഞോട്ടെ എന്നൊക്കെ വെക്കുക. ഈ വയ്യാത്ത സമയത്ത് നമുക്ക് കരയിപ്പിക്കാൻ ഭയങ്കര വിഷമാവില്ല. അപ്പോൾ ഞാൻ പിന്നെ ബിരിയാണി തന്നെ ഉറപ്പിച്ചു. നീനുട്ടിക്കും കൊടുക്കാലോക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കിയില്ല എന്ന് പറയണ്ടല്ലോ. തുത്തു ഇന്നലെ ഓൾറെഡി എത്തിയിട്ടോ. അവൾ മഞ്ചേരിയിലുണ്ട്. അവൾ അവിടെ നിന്ന് ഒരുമിച്ച് പോരാണ്. പിന്നെ ഇന്നലെ തുത്തുൻ്റെ പാണ് നീനുട്ടി പോന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പം എന്തായാലും ബിരിയാണി നമ്മൾ ദമ്മിട്ടു. ദമ്മൊക്കെ അടിപൊളിയായിട്ട് പൊളിച്ച് പിന്നെ സെറ്റാക്കി എടുക്കുകയാണ്. ബിരിയാണിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബിരിയാണി ഞാൻ ഈനുട്ടിക്ക് വാരി കൊടുക്കാം കേട്ടോ. കാരണം 2 ദിവസമാണ് വരുന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് ഓള ആ രീതിയിൽ നമുക്ക് എന്താ പറയുക കൊടുത്ത് ഓളായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ കൊടുത്ത് ഓക്ക് ഞാൻ വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നേരമില്ലെങ്കിലും ഞാൻ ഓക്ക് വാരി കൊടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെഡിയാവാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ആ സമയത്ത് തുത്തു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഈനുട്ടിക്ക് വാരി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഓള് അവിടെ ഇമ്മ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. തുത്തു പറഞ്ഞു ഇവിടെ അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തുത്തു പറയുന്നുണ്ട് ബാക്കി ഈ ഉണ്ടാക്കിയ ബിരിയാണി ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടു. അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടുന്ന് കഴിക്കാമല്ലോ. ഉമ്മ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉമ്മ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടുന്ന് കഴിക്കാമല്ലോ. ഫുഡിൻ്റെ ഒരു കുറവുണ്ടാവരുത്. നമ്മളങ്ങോട്ട് ഫുഡ് അടിക്കാനാണ് പോണത് തോന്നുന്നുണ്ടോ. എന്തായാലും അതാ ഇതുമ്പും കഴിക്കണുണ്ട്, നീനും കഴിക്കണുണ്ട്. എല്ലാവരും
എല്ലാവരും ഇവിടെ ഫുഡ് നല്ല രീതിയിൽ കഴിക്കാണ്. എൻ്റെ ഹസ്ബൻഡിനുള്ളത് ഞാൻ വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, മൂപ്പര് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ സമയം സത്യം പറഞ്ഞാൽ 11-11:30 ആയിട്ടുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും കട്ടൻ ചായ കുടിച്ചൊക്കെ നിൽക്കുകയാണ്. ബിരിയാണി ആണല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും ബിരിയാണി ആയതുകൊണ്ടൊരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് പിന്നെ ബിരിയാണി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അവൻ നീരുട്ടിക്ക് വാരി കൊടുത്തപ്പോൾ വീഡിയോ എടുക്കുന്നത് തിരക്കിലോളത്തോ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചെറുതായിട്ട് മൂക്കുമ്പോൾ തട്ടിയിട്ട് ഒരു എന്താ പറയുക കലിപ്പാണുള്ള കാണിച്ചത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതിൽ അറിയാതെ തട്ടിപ്പോയതാണ്. അപ്പോൾ നീരുട്ടിനോട് തുത്തൂരോട് പരാതി പറയാൻ വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വായിക്കല്ല മൂക്കൊക്കെയാണ് വെച്ചത് എന്നൊക്കെ. അങ്ങനെ അതാ തകൃതിയായിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മളെ മമതയിൽ നിന്ന് ഓർഡർ ചെയ്ത കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാപ്പോൾ കേക്ക് നിങ്ങൾ വിചാരിക്കും. കേക്കൊക്കെ കാര്യമുണ്ട്, ഒക്കെ സർപ്രൈസാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ഘട്ടങ്ങളായി പറയല്ലേ നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക്, നമ്മൾ അരീക്കോട് മമതയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതോടെത്തി ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ മോള് വന്നു കേട്ടോ. മോള് വന്ന ഐറൂസിന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. മോളൊരു ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു, നോക്കും പിന്നെ ഗുളിക കൊടുത്തു. കുറച്ച് നേരം കിടന്നു എണീറ്റു. ഞാൻ പിന്നെ വേഗം പണി, അതായത് വീടൊക്കെ ക്ലീൻ ചെയ്യുക, പിന്നെ പാത്രം കഴുകുക, അങ്ങനെയൊക്കെ വേഗം നമ്മളിങ്ങനെ പരിപാടിയൊക്കെ തീർക്കുകയായിരുന്നു. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് പണികളൊക്കെ അവിടെ കിടക്കുമല്ലോ. പോയി വരുമ്പോൾ വീട് അധികമായിട്ട് അലമ്പായി കിടക്കേണ്ടത്. എന്നാലും ഉണ്ട് കുറേശ്ശെ അടിച്ച് വാരാനൊന്നും അങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഐറൂസ് കരച്ചിലായിരുന്നു. ഒരു തീരെ വയ്യ, ഒരു നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോയാൽ എന്താവുന്നു ഒരു പിടുത്തല്ലാതെയാണ് കേട്ടോ. അപ്പോഴാണ് ഇത് നമ്മളെ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളും പൊതിയുന്നുണ്ട്. കേക്ക്, ഗിഫ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് മനസ്സിലാവും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു സർപ്രൈസ് ഞാൻ ഇപ്പം തന്നെ പൊട്ടിക്കണില്ല, വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണല്ലേ നല്ലതല്ലേ. അപ്പോൾ ഗിഫ്റ്റുകൾ ഞാൻ കുറച്ച് ആ ബർത്ത്ഡേ ആൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയുക പാക്ക് ചെയ്ത് ആ ഒരു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പൊതിയിപ്പിക്കുകയാണ് കേട്ടോ. പൊതിച്ച് അവർക്ക് ഇങ്ങനെ പൊതിയുന്ന സമയമായപ്പോൾ ആ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഐറൂസോ എഴുന്നേറ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. എഴുന്നേറ്റ് വന്നു ഇനി ഒരു കഞ്ഞി കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് റെഡി ആവാൻ കേട്ടോ. അങ്ങനെ ഒരു മരുന്ന് കൊടുക്കാനുണ്ട്. ഇങ്ങനെയുള്ള പരിപാടി. ശരിക്കും 2:30 അവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാണ്, എന്താ പറയുക ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മഞ്ചേരിയിൽ നിന്ന് അവിടുന്ന് എല്ലാവരും എടുത്തിട്ട് വണ്ടി 2:30 അവിടുന്ന് പുറപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ എത്തുമ്പോൾ ഒരു 3 മണിയാവുമല്ലോ. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് നിൽക്കുന്നത്. ബിരിയാണി കഴിച്ച് പിന്നെ നീനുട്ടിക്ക് ചായ മതിയായിരുന്നു. ചായയും പിന്നെ പൂളപ്പൊരി ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. അവിടെ ചായ, എനിക്കുള്ള ചായ ഇതുമൂനൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ബിരിയാണി ഒന്നും ആരും കഴിച്ചില്ല. ബാക്കിയുള്ള ബിരിയാണി ഞാൻ അപ്പം തന്നെ പാത്രത്തിൽ പാക്ക് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞത് ഓരോരുത്തരും അങ്ങനെ റെഡി ആവുന്നുണ്ട്. ഇതാണ് നീനുട്ടിൻ്റെ ഡ്രസ്സ്. ഞാൻ ഡ്രസ്സൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് നീനുട്ടി ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മക്കൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുണ്ട്, അതാട്ടോ ഇഷ്ടം. അങ്ങനെ പാർട്ടി വെയർ ഐറ്റംസ് അങ്ങനെ ഇടുന്നേക്കാണ് ഇഷ്ടം. ഇതുപോലെ ഇപ്പോൾ ഇതും മുട്ട കണ്ടില്ലേ, അങ്ങനത്തെയൊക്കെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. നീനുട്ടിക്ക് അത് നല്ല ചേർച്ചുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതുമ്പൂനും ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മോളും ഇറങ്ങിയിട്ട് മോളുവിൻ്റെ ഡ്രസ്സ് കണ്ടോ. ഓളും അതേ മിന്ത്രയിൽ തന്നെ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല വില കുറവിലേക്ക് അത്യാവശ്യം നമുക്ക് നല്ല വില കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇട്ട് പോകുന്ന ക്വാളിറ്റിക്ക് ഒരു കുറവില്ല കേട്ടോ. ഡ്രസ്സ് നമ്മൾ എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടി ഇവിടെ എത്തി. എന്താ പറയുക മഞ്ചേരിയിൽ നിന്ന് അവർ ഇറങ്ങിയപ്പോൾ വിളിച്ചു. പിന്നെ ഇവിടെ എത്താനായപ്പോൾ ഞങ്ങളിതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്ന പാടിന് ഞങ്ങൾ പിന്നെ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തിക്കയറുന്ന ഒരു തിരക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് പിന്നെ എന്താ പറയുക ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വണ്ടിയിലേക്കാണ് കയറി പാടാൻ തുടങ്ങിയതാണ്. ഐറൂസിൻ്റെ കരച്ചിലോനും എല്ലാവരും പാടെ കണ്ടതിൽ പിന്നെ എന്താ പറയുക ഈ ബസ്സിൽ ഇങ്ങനത്തെ വണ്ടിയിലും ഒന്നും അധികം കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ബസ്സും ഒക്കെ പാടെ കണ്ടതിൽ ഓന് ആകെ പേടിച്ചു പോയി കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും കയറുന്ന സമയത്തൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു യാത്രക്ക് രസം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ ട്രാവലർ ആക്കിയത് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ എല്ലാ ഡിസംബർ മാസത്തിലാണ് ഞങ്ങളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. 1-2 വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും വണ്ടിയിൽ അങ്ങോട്ട് പോയി
അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഒരുമിച്ച് ആ യാത്ര കൂടി ഒരുമിച്ചാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവലറൊക്കെ വിളിച്ച് ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ടും പറഞ്ഞിട്ടും അത് വേറെ രസം തന്നെയായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറി ഉടനെ തന്നെ ഈ ഒരു എന്താ പറയുക ഒരു ചുരം പോലെയുള്ള റോഡായതുകൊണ്ട് തുത്തൂര് ചെറുതായിട്ട് ഛർദ്ദിക്കാൻ വരവ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഓളങ്ങനെ ആ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോഴും എനിക്ക് പനി ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. ശരിയൊരു എന്താ തൊണ്ടവേദന അങ്ങനെയൊന്നുമില്ല, മൂക്കടപ്പാണ് കാര്യമായിട്ട്. അപ്പോൾ ഐറൂസ് ഇതാ ഒരു കരച്ചിലായിരുന്നു. ഒരു മുട്ടായിയൊക്കെ കൊടുത്ത് ഞാൻ വെല്ലം ഒതുക്കിയതാണ്. ഒരു കൊടുത്ത കോലുമുട്ടായിയാണ് ഇപ്പോൾ എൻ്റെ വായിലുള്ളത്. കാരണം ഓനത് തിന്ന് മടുത്തപ്പോൾ എൻ്റെ വായിൽ വെച്ചിരുന്നത് കേട്ടോ. പിന്നെ ഒരു ലേസ് മതി, ലേസ് കൊടുത്തപ്പോൾ ലേസ് കഴിക്കുന്നുണ്ട്. ആ കോലുമുട്ടായി ഞാൻ കഴിക്കണതാ. തുത്തു വന്നപ്പോൾ കുറേ ലേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കഴിക്കാനും അതേപോലെ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനില്ലാത്ത പ്രശ്നം ഉണ്ടാവരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ ഇതൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോയി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ റിസോർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉള്ളിലായിരിക്കുമല്ലോ, നമുക്ക് അങ്ങനെ മെയിൻ റോട്ടിലൊന്നും ആവില്ലല്ലോ ഈ റിസോർട്ടും സംഗതികളൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അന്നാണെങ്കിൽ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കാത്തത് കൊണ്ട് അതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവരുത്, ഫുഡ് കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഞങ്ങൾ ബ്ലേസായിട്ടും അതും ഇതും കഴിക്കാനുള്ള സംഭവം ഇഷ്ടം പോലെ എടുത്തിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂറും കാരിക്കോടുന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്ര സഞ്ചരിച്ച് ഞങ്ങളിതാ കക്കാടംപൊയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കക്കാടംപൊയിലേക്കാണ്. കക്കാടംപൊയിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട് അല്ലേ, പല പല പേരിൽ. ഇതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ടല്ല. ഞാൻ അവിടെ പോയി അതിൻ്റെ പേരൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ പിന്നെ എന്തോ അന്തം വിട്ട് കുന്തം പോലെ വന്നിട്ട് ആ ഒരു റിസോർട്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഈ റിസോർട്ടിൻ്റെ പേര് മിസ്റ്ററി ഹിഡൗട്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഏതായാലും ഞങ്ങളവിടെ എത്തി. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇതിലുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അറ്റകുറ്റ കാര്യങ്ങൾ മുഴുവൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മുതലങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇമ്മ ഇറങ്ങി, മക്കളിറങ്ങി. പിന്നെ നമ്മളിവിടെ വന്നേക്കനെ നമുക്കൊരു തപ്പലായിരിക്കില്ലേ, ഇതെന്താണ് എവിടെയാണ് സ്ഥലമൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണുന്ന ഒരു തിരക്കായിരുന്നു. എവിടെയാണ് റൂമുകൾ, അതേപോലെ സ്ഥലത്തിൻ്റെ ഏകദേശ രൂപം നമുക്കൊരു പരിചയമായില്ല. നമുക്കിങ്ങനെ നോക്കി അത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലഗേജുകൾ ഇറക്കുന്നുണ്ട്, സാധനങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ വരുന്ന സ്ഥലത്തിൻ്റെ ഒരു ഓഫീസാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ലഗേജൊന്നും ഞങ്ങൾ കൊണ്ടുകൊണ്ട് അവിടെ വെച്ചാൽ മതി. പിന്നെ എന്താ ബാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പം നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു ബാഗുകൾ ഉണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിലും, അത് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ അവിടെ വലിയ വലിയ പെട്ടികളൊക്കെ അവിടെ വെച്ചു. പിന്നെ ഞങ്ങളങ്ങനെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇതാ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നത്. പിന്നെ മക്കൾക്ക് അറിയാമല്ലോ, മക്കൾക്ക് സ്വിമ്മിംഗ് പൂളാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടേക്കായിരിക്കുമല്ലോ ഒരു പോക്ക് മുഴുവൻ. ഞാൻ ആദ്യം തന്നെ അങ്ങോട്ടാണ് പോയത് കേട്ടോ കുട്ടികൾ. ഇതും ഇതവിടെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വൃത്തിയൊക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ചാടാഞ്ഞിട്ട് വെള്ളത്തിൽ കിടന്ന് ചാടാഞ്ഞിട്ട് ഭയങ്കര ഒരു ത്വരട്ടാ. ആ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുള്ളൂ, ചൂട് പോയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇറങ്ങണ്ട, അങ്ങോട്ട് രാത്രി ആവട്ടെ, ഒരു 6 മണിയെങ്കിലും ആവട്ടെ, എന്നിട്ട് വെള്ളത്തിലൊക്കെ ചാടാന്നൊക്കെ പറഞ്ഞ് മക്കളെ പിടിച്ച് വെച്ചൊക്കെ ആയിരുന്നു അവന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ആ ഒരു ലൊക്കേഷൻ കേട്ടോ. നല്ല ഭംഗിയില്ലേ മൊത്തത്തിൽ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ കാണാനുള്ള ഭംഗിയായിരിക്കും അല്ലേ, ഭയങ്കര ഭംഗിയാണ്, കണ്ണിനൊരു കുളിർമയാണ്. പക്ഷേ ഞാൻ പറയില്ല, ഒരു ടൗൺ ഏരിയ നമുക്കൊന്നും പുറത്തേക്ക് സാധനം വാങ്ങാനും ഒന്നും ഇറങ്ങാൻ പറ്റൂല. ഇങ്ങനെ ഒരു കാഴ്ചകൾ എല്ലാം അടിപൊളിയായിട്ടുള്ള. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ സ്റ്റെപ്പുകളാണ്, ഉയർന്ന് അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ റിസോർട്ടിൽ എന്താ വെച്ചാൽ നിരന്ന സ്ഥലമായിരുന്നു, ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, നിരന്ന സ്ഥലമായിരുന്നു. ഇത് നേരെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇതൊരു ഹട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 5 റൂമാണ് ഉണ്ടാവുക കേട്ടോ. ഒരു എന്താ പറയുക, ഇങ്ങനെ ത്രികോണ ഷേപ്പിലുള്ള 5 ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 5 ഫാമിലിക്ക് അടിപൊളിയായിട്ട് നിൽക്കാം. അപ്പോൾ ഞങ്ങൾ 5 ഫാമിലിയാണ്. ഒന്ന് ഇമ്മാക്ക് കിടക്കാൻ, ഒന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും, ഒന്ന് മോളൂനും ഓള ഹസ്ബൻഡിനും, ഒന്ന് നുജൂമിനും, പിന്നെ നാനക്കും, ഒന്ന് തുത്തൂരും ഫാമിലിക്കും. അങ്ങനെ 5 കറക്റ്റ് 5 ഹട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് എന്താ പറയുക അടിപൊളിയായിട്ട്
ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ അതാ ഈ ഒരു റൂമിൽ ഈ ഒരു റൂം ഇപ്പാക്കും ഉമ്മാക്കും ആയിട്ടാണ് ഒരു ഇതുപോലെ പെട്ടിയൊക്കെ ആദ്യം തന്നെ ഇവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കയറ്റമൊക്കെ ഇങ്ങനെ കയറിയതുകൊണ്ട് കുറേ നേരം യാത്ര ചെയ്തതുകൊണ്ട് ആ ഒരു ചുരം പോലെയുള്ള യാത്ര ആയതുകൊണ്ട് ഉമ്മാക്ക് ഭയങ്കര എന്താ പറയുക ഒരു ക്ഷീണം പോലെ. അപ്പം ഉമ്മ വന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടന്നുണ്ട്. കാരണം ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ട് റെഡി ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ല. എല്ലാവർക്കും മൊത്തത്തിലൊരു റെഡി ആവാൻ ഒരു 10-20 മിനിറ്റ് പിടിച്ചു കിട്ടും. അവർ നമ്മൾ ആ സ്ഥലത്തിനൊരു പരിചയപ്പെടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നേക്ക് തന്നെ പിന്നെ തുത്തു കൊണ്ടുവന്ന ഒരു ബ്രൗണിയാണത്. അതെടുത്ത് എല്ലാവരും കഴിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. പിന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ നല്ലൊരു ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 5 മണിയാകുമ്പോൾ അവിടെ തന്നെ ചായ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള ചായ അവർ റെഡിയാക്കി തരും കേട്ടോ. പക്ഷേ അതിക്ക് കടിയോ സ്നാക്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചായ 5 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലേക്കുള്ള എന്ത് സ്നാക്സ് റെഡിയാക്കാനാണ് പിന്നെ വന്നത്. തുത്തുതാ ഓളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓളെ ട്രൈപോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ എടുക്കാനും ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടി മെനക്കിട്ട് വന്നിട്ടുണ്ട്. കാരണം ഓള് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഓള് എന്താ പറയുക ഭയങ്കര മടിച്ചിക്കോതായിക്കാണ്ട് ഒരു വീഡിയോസോ കാര്യങ്ങളോ യൂട്യൂബിക്കോ കാര്യങ്ങളൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. ഓളെ വ്ളോഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഓള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഓള് ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓള് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓളെ ട്രൈപോഡൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. ഞാൻ ഇത്തവണ ട്രൈപോഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു എല്ലാം നമ്മളിങ്ങനെ കൈയുടെ എടുത്ത് ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രൈപോഡൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം അപ്പോൾ എനിക്ക് തോന്നി കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ക്യാമറ കൊണ്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാം ഒപ്പിയെടുക്കണം നമ്മൾ വീഡിയോയിൽ എല്ലാം ഇങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ പിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ 5 മണിക്ക് ചായ എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചായയിലേക്കുള്ള സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടാക്കണതെന്ന് ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അതെ എന്താണ് ഈ പേര് ബൺ മസ്കാന്നോ അങ്ങനെ എന്താ പേര് അതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടത്തും ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ സംഭവമാണല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കണമെന്ന് കുറേ ആയി വിചാരിക്കണം. മോളും ഇങ്ങോട്ട് അരി കൊടുക്ക് നിൽക്കാൻ വരുമ്പോഴൊക്കെ പറയുമ്പോൾ ചെയ്യാൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കല്ലേ, നമുക്കൊന്ന് വാങ്ങല്ലേ, ഉണ്ടാക്കി നോക്കല്ലേ ഓളും പറഞ്ഞ് എല്ലാവരും അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് പിന്നെ കുറച്ച് ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ട്രിപ്പിന് പോകുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ തുത്തൂരോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ബൺ മസ്ക് ഉണ്ടാക്കാം, നമ്മൾ അവിടെ എത്തിയിട്ട് ഉണ്ടാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ബണ്ണും വാങ്ങി, തുത്തു ബട്ടർ വാങ്ങി, പിന്നെ ഹണി മോള് വന്നപ്പോൾ എന്താ പറയുക ഈ സംഭവം അതായത് മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. പക്ഷേ മിൽക്ക് മെയ്ഡ് കണ്ടാൽ ഇതേപോലെ ഇങ്ങനെ നാമിച്ച് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ഇപ്പോൾ കാര്യമായിട്ട് മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങൽ ഒന്നുമില്ലെങ്കിൽ പായസം വെക്കാനൊക്കെ ഉണ്ടാകുമ്പോഴാണ്. പായസമൊക്കെ നമ്മൾ ആരെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ എന്താ പറയുക പെരുന്നാളൊക്കെ വരുമ്പോഴാണ് വാങ്ങുക. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇത് പായസത്തൊക്കെ ഒഴിക്കുന്നതിനേക്കാളും നമ്മളത് കഴിക്കലാണ് ഈ കാര്യമായിട്ട് മിൽക്ക് മെയ്ഡ് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ആ പിന്നെ മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചപ്പോൾ മുതൽ എല്ലാവരും അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ബട്ടറും മിൽക്ക് മെയ്ഡും ഇച്ചിരി പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ബണ്ണാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടറിലൊന്ന് ബണ്ണ് ചൂടാക്കിയെടുക്കും. ഇവിടെ നമുക്ക് സ്റ്റൗവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കിച്ചണ് പോലത്തെ ഒരു സംഭവം ചായയൊക്കെ ഉണ്ടാക്കാനൊക്കെ സ്റ്റൗവ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയ പാനോ കാര്യങ്ങളോ നമുക്കത് ബണ്ണൊന്ന് ചൂടാക്കി ബട്ടറിൽ ചൂടാക്കി എടുക്കാനുള്ള സെറ്റപ്പ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതന്നെ മതി എന്ന് കരുതിയിട്ട് എല്ലാവരും 16 ബണ്ണുണ്ടായിരുന്നു. ഞങ്ങൾ ആകെ 13 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഫുള്ള് പിന്നെ ബട്ടറും പിന്നെ മിക്സ് ഉണ്ടല്ലോ അത് തീരുന്നത് വരെ എല്ലാ ബ്രെഡും ഒരു ബ്രെഡ് ഒറ്റയെ തോന്നുന്നു എനിക്ക് ഒരു ബെന്നൊറ്റയാണ് ബാക്കി വന്നത്. ബാക്കി 15ലും നമ്മൾ തേച്ചിട്ടോ. അതായത് ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാത്തരം ഫുഡും പുറത്ത് പോയി കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ കുറേ റീൽസ് കണ്ടിട്ടായിരുന്നു എന്താ ഇപ്പം ഇത്ര ടേസ്റ്റ് എന്ന് പറയാനായിട്ട്, ഇതിപ്പോൾ എത്ര വലിയ ടേസ്റ്റ് ഉണ്ടോ, അത് സാധാ ബണ്ണിൽ ജാമ് തേച്ച് തിന്നുന്ന പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം അങ്ങനെയല്ല, അത് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് നമുക്ക് മത്താവും, മധുരവും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മതിയോ ഒന്നൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ. മാക്സിമം ഒന്നും അതിലപ്പുറം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതല്ല അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും
ഒന്ന് ട്രൈ ചെയ്യണം. ഒന്നുമില്ല, ഒരു ചെറിയൊരു പാക്ക് ബട്ടറും ആ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ അത് മാത്രം മിക്സ് ചെയ്തിട്ട് പിന്നെ കഴിച്ചിട്ട് തന്നെ അടിപൊളി. അതിലിപ്പോൾ നമ്മൾ ആ ബണ്ണും കൂടി ഒന്ന് പാനിലൊന്ന് ബട്ടറിൽ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നല്ല ചൂടുള്ള ചായ കൊണ്ടുവന്നു. അതൊക്കെ കുടിച്ച് സെറ്റായി ഞങ്ങളിതാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഒന്ന് ഊഞ്ഞാലാടാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കുറേ നേരം ഇരുന്നു. നമ്മൾ സംസാരിച്ചത് ഏകദേശം ഒരു നേരം ഇരുട്ടിങ്ങനെ വന്നു കേട്ടോ. ഈ സമയത്ത് നമ്മൾ വീണ്ടും എന്താ പറയുക റൂമിലേക്ക് എന്നല്ല, ആരും സെപ്പറേറ്റ് റൂമോ കാര്യങ്ങളൊന്നും അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒക്കെ ഈ ഒരു ഞാൻ പറയില്ല, ഇമ്മാക്ക് ഉപ്പാക്കും വേണ്ടിയിട്ട് ഒരു ഓൽക്ക് പെട്ടെന്ന് ഇറങ്ങാനും കയറാനും പറ്റിയ സ്ഥലത്ത് ഒരു റൂം ഓൽക്ക് റെഡിയാക്കി. അതിൽ എല്ലാവരും പെട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ തുത്തു മുകളിലുള്ള ഉമ്മാൻ്റെ റൂമിൻ്റെ നേരെ മുകളിലുള്ള റൂമാണ് ഇട്ടത്. അവിടെയാണ് തുത്തു പിന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ തുത്തുവിൻ്റെ മകൻ ഇന്നെ വിളിച്ചുകൊണ്ട്, തുത്തുവിൻ്റെ രണ്ടാമത്തെ പോരാട്ടത് ആരെന്നെ വിളിച്ചോണ്ട് അമ്മച്ചിയെ വാ, അവർ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വെച്ച് കൊണ്ടുപോകട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് തുത്തു സെലക്ട് ചെയ്ത റൂം. ഇത് നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ബാക്കിയുള്ള റൂംസൊക്കെ എന്താ വെച്ചാൽ എല്ലാം ഒരേപോലെയാണ്. ഇതിന് ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ബാൽക്കണി പോലെയുള്ള സംഭവമാണ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ കേട്ടോ നമ്മൾ സാധാ പോലെ ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ സൈഡിൽ മുകളിലൊരു ചെറിയൊരു ബെഡ് ഉണ്ട്, അവിടെ കിടക്കാട്ടോ. അപ്പോൾ ഇവിടെ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കിടക്കാനും ഇതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. എന്തായാലും ആ റൂമൊന്ന് കണ്ടു. പിന്നെ ഉള്ളത് ഒക്കെ ഓരോ ഭാഗത്താണ് കേട്ടോ. അതുകൊണ്ട് ഓരോ റൂമിലേക്ക് ഒന്നും പോകാൻ പറ്റിയില്ല. ഞാൻ എല്ലാ റൂമിലും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നുജൂമിന് ഞാൻ കിടക്കുന്ന റൂം മാത്രം എനിക്ക് പോയേക്കാൻ പറ്റിയില്ല. അവിടെ എത്തിയില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി നോക്കി. മറ്റേ നുജൂമ് കിടക്കുന്ന റൂം കുറച്ചുകൂടി മുകളിലാണ്, അവിടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റൂംസൊക്കെ ഒന്നും കൂടി കണ്ട് ഇനിയൊരു ചെറിയൊരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊരു ചെറിയൊരു സർപ്രൈസ്, ഉമ്മാക്കുള്ള സർപ്രൈസാണ്. അപ്പോൾ ഞങ്ങൾ ഇമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളത് ഈ ഡിസംബർ മാസത്തിലാണ് കേട്ടോ. കറക്റ്റ് ഇമ്മാൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്ന് ആർക്കും അറിയില്ല. ഇപ്പാൻ്റെത് അറിയാം കേട്ടോ, ഉമ്മാൻ്റെത് അറിയില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം കുറച്ച് 2-3 വർഷമായിട്ട് ഞങ്ങൾ 2-3 വർഷമല്ല, ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ഡിസംബറിലാണ് ആഘോഷിക്കാറുള്ളത്. നമുക്ക് ഒരു ഡേറ്റ് വേണമല്ലോ, എല്ലാവരുടെ ഡേറ്റും ഉമ്മാക്കാരും, പക്ഷെ ഉമ്മാൻ്റെ ഡേറ്റ് മാത്രം അറിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒരു ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്തു. ഡേറ്റ് ആയിട്ടൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഡിസംബർ മാസം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം, അതായത് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം ഉമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. അതാണ് ഞങ്ങളുടെ പ്ലാന്. അങ്ങനെയാണ്. പിന്നെ ആ ഒരു ഡിസംബർ മാസത്തിൽ ആ ഒരു ദിവസം എവിടേക്കെങ്കിലും പോകാം, അവിടുന്ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ്. അതിപ്പോൾ 2 വർഷമായിട്ട് അതും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമുക്കറിയില്ലല്ലോ അടുത്ത വർഷം ഇനി എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മളെല്ലാവരും ഉണ്ടാവോ, കൂടിച്ചേരാൻ ഉണ്ടാവോ, അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യായിക ഉണ്ടായാൽ ഇപ്പം ഇതൊന്നും നടക്കില്ല. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഈ വർഷം കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അടിപൊളിയാക്കിയതേ ഉള്ളൂ കേട്ടോ. അടുത്ത വർഷം നമുക്കൊന്നും അറിയില്ല. ഏതായാലും നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോൾ അത് അമ്മാൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് നമ്മൾ മമ്മതയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇങ്ങോട്ട് നമ്മൾ കാറിലെല്ലാം വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്രാവലറിൽ. ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളും ഒന്നും സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്നും വെച്ചിട്ടില്ല. എന്നാലും ഒരു കുഴപ്പമില്ലാതെ തന്നെ കേക്ക് അത്രയും നേരം കിട്ടി. കാരണം നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ നല്ല തണുപ്പാണ്. ജസ്റ്റ് ഒരു വെയിൽ പോയി ഒരു 6 മണി കഴിഞ്ഞതോടുകൂടി നല്ല തണുപ്പ് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും നിന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ചെറുതായിട്ട് അറിയാം, അതായത് ബർത്ത്ഡേ ആഘോഷിക്കുന്നുള്ളത് ഉമ്മാക്കറിയാം. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള സർപ്രൈസൊന്നും അല്ല. ഉമ്മാക്ക് സർപ്രൈസുകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ പോയി കൊടുത്തതാണ് കേക്ക് കട്ട് ചെയ്ത്. അപ്പോൾ ഉമ്മാക്കറിയാം ഇത് ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ചെറിയൊരു ക്ലൂ ഉമ്മാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മുഖത്ത് ആ ഒരു എന്താ പറയുക സർപ്രൈസിൻ്റെ ആ ഒരു മുഖഭാവമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഓരോരുത്തർ അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോരുത്തർക്ക് വായിൽ വെച്ചു കൊടുത്തു. മക്കളും
ഒപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾക്ക് ഒരു വായിൽ വെച്ചെന്നു തുത്തൂര് കൊടുക്കുന്നുണ്ട്. ഐറൂസ് കണ്ടോ, ഐറൂസ് ഭയങ്കര കരച്ചിലാണ്, ഒരു വയ്യാട്ടോ. പക്ഷെ എന്നാലും എല്ലാ പരിപാടിയിലും ഓളും വേണ്ടേ, ഓളും വേണമല്ലോ. ഓളും വൈറസും ഇല്ലെങ്കിൽ പിന്നെ എന്താഘോഷം അല്ലേ. അപ്പോൾ അതിൽ അവരെയും കൊണ്ട് ഞാനങ്ങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു കഥയാണ് മക്കളെ. ഇതാ രാനോനെ വായിൽ വെച്ചെടുത്തു, നീലുവിനെ വായിൽ വെച്ചെടുത്തു, നീലുട്ടി അതാ ചെല്ലുന്നുണ്ട്. നീലുവിന് വായിലേക്കേക്ക് വെച്ചെടുത്തു, തിരിച്ച് അങ്ങോട്ടും വെച്ച് കൊടുത്തു. പിന്നെ പിന്നെ മോള് ചെന്നു. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇമ്മ അങ്ങനെ വായിൽ വെച്ചെടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് പറയാമല്ലോ, ഇങ്ങനെ തന്നെയാണല്ലോ കേക്ക് കട്ടിങ് എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് എല്ലാവർക്കും വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇതിലിപ്പോൾ ഒരാളെ കമ്മി എന്താണെന്ന് വെച്ചാൽ പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനാകുമ്പോഴേക്കിന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് ഞങ്ങളപ്പോൾ ട്രാവലറിലാണ് പോകുന്നതാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിക്കോളാം അതാട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ ഓന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം കൂടി മോളൂൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് അവസാനിക്കുമ്പോൾ പിന്നെ അടുത്തത് എന്തായിരിക്കും, ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണത്തെ ഗിഫ്റ്റുകൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നെട്ടിയ ഒരു ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് നീലു ആണ്. നീലുട്ടനാണ് കൊടുക്കുന്നത് ഉമ്മമ്മക്ക് ഗിഫ്റ്റ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഓൻ്റെ വക എന്താണെന്ന് നമുക്ക് നോക്കാം. നീലു കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് വിളിച്ച് നോക്കാം. എന്താണിത്? മഞ്ചാണ്. കാരണം ഇമ്മാക്ക് ചോക്ലേറ്റുകൾ, മുട്ടായി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് മഞ്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും വാങ്ങുമല്ലോ. ഐറൂസിന് കോലും മുട്ടായിയാണ് ഇഷ്ടം, അങ്ങനെ എനിക്ക് ഡയറി മിൽക്കാട്ടോ ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇന്ന ചോക്ലേറ്റിനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഇമ്മാക്ക് ഇഷ്ടം ഈ മഞ്ചാട്ടോ. അതിൻ്റെ ഒരു എന്താ പറയുക, കറുമുറു ആ ഒരു കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നിലുവിൻ്റെ വക ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ അത് അപ്പം തന്നെ പാക്ക് പൊട്ടിക്കണം, എല്ലാവരും കൊടുക്കണം ഗിഫ്റ്റ് അപ്പം തന്നെ പൊട്ടിച്ച് കാണിക്കണം എന്നായിരുന്നു. എന്താ പറയുക, ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും പറയണം ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം തന്നെ പൊട്ടിക്കണം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഗിഫ്റ്റ് കൊടുത്തത് നീനുട്ടിയാണ്. നീനുട്ടി എന്താ പറയുക, ഈ പ്രാവശ്യം ഓള് ജോലി കിട്ടിയതാണല്ലോ. അപ്പോൾ ഓളെ വക ഓളൊരു ഗിഫ്റ്റ് വാങ്ങിയതാണ്. അപ്പം ആ ഗിഫ്റ്റ് ഇമ്മ തന്നെയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞി ബാഗാണ് കേട്ടോ. അതായത് ഇമ്മാക്ക് ഉടുക്ക് പുറത്ത് പോകുമ്പോഴും ഒരു ഫോണ്, പൈസ, പിന്നെ ഇമ്മാൻ്റെ ഷുഗറിൻ്റെ ഗുളിക ഇങ്ങനെയൊക്കെ ഇടാനുള്ള ഒരു കുഞ്ഞി ബാഗ് ഇമ്മാൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അതായത് ഇത്ര വലിപ്പമുള്ള ഒരു ബാഗ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആദ്യം ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് പറ്റ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീനുവിനോട് പറഞ്ഞു അത് വാങ്ങാം നമുക്ക് എൻ്റെ വകമായിട്ട്. അങ്ങനെ അത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമത് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാനിതാ എൻ്റെ ഗിഫ്റ്റ് കൊടുത്ത പാടന്നെ അത് പൊട്ടിച്ച് കാണിക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്കാണ്. ഇത് പാക്ക് ചെയ്യാൻ എന്തൊരു പണിയാണെന്ന് അറിയോ, എത്ര നേരം പണിയെടുത്താണ് പാക്ക് ചെയ്തത്. പക്ഷെ പൊളിക്കാൻ 2 മിനിറ്റ് പൊളിച്ചു. അങ്ങനെ ഞാൻ കൊടുത്തത് നല്ലൊരു ചുരിദാറാണ് കേട്ടോ. കാരണം ഇമ്മാക്ക് കഴിഞ്ഞ വർഷം അങ്ങനെ പെരുന്നാക്കോ അങ്ങനെ എന്തോ എടുത്തതാണ്. പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകാനും ഇടാനും ഒക്കെ കംഫർട്ട് ചുരിദാറാണ്. ഈ സാരി ഇങ്ങനെ ചുറ്റി കൈപ്പലൊക്കെ ഈ കൈയിൻ്റെ ഇവിടെ ഉമ്മാക്ക് ഭയങ്കര വേദന ഉള്ളതുകൊണ്ട് ബ്ലൗസ് ഇടുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വക ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്തൊരു പിങ്ക് കളറിൽ. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് തുത്തുൻ്റെ വകയാണ്. തുത്തുൻ്റെ മക്കളൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുത്തുൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് എനിക്ക് ആദ്യം അറിയുന്നു കേട്ടോ തുത്തുൻ്റെ ഗിഫ്റ്റ് എന്താണ് എന്നുള്ളത്. കാരണം ഞാനും ഓൾ തന്നെയാണ് നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും സെയിം ഗിഫ്റ്റിനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ചുരിദാർ. കാരണം ഓൾ എന്തെങ്കിലും വലിയത് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ പിന്നെ എനിക്ക് എടുക്കാറില്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വലിയത് ഓർഡർ ചെയ്താൽ ഓക്ക് എടുക്കാറ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേപോലത്തെ ഗിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ രണ്ടാളും ഒരു ടോപ്പ് ചുരിദാറാണ്, അതായത് കുർത്തി പാൻറ്റും ടോപ്പുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക പിങ്കാണ് വാങ്ങിയതെങ്കിൽ ഓള് ബ്ലൂ ആണ് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ മിന്ത്രേന്നാണ് ഓള് വാങ്ങിയിട്ടുള്ളത്. നല്ല കോട്ടൻ്റെ കുർത്തിയാണ് കേട്ടോ. ഞാൻ വാങ്ങിയതിനേക്കാൾ ഇഷ്ടമായത് അതാണ്. കാരണം അത് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഇത് ഇവിടുന്ന് അരീക്കോട് കസവ് കേന്ദ്രയിൽ നിന്നാണ് വാങ്ങിയിട്ട് തലേ ദിവസം പോയിട്ട് അർജൻറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം എനിക്കതിലേറെ ക്ലോത്തൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. തുത്തുൻ്റെതാണ്. കാരണം മിന്ത്രയിൽ നിന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. ആ ഒരു
ക്ലോത്തിന്. അങ്ങനെ ഞങ്ങളെ ഗിഫ്റ്റ് കൊടുക്കൽ കഴിഞ്ഞ് അടുത്ത പരിപാടി നുജൂമിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൈമാറുന്നതാണ് ആ കാണുന്നത് കേട്ടോ. അപ്പം ഇത് നുജൂമ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഉമ്മ കെട്ടുപിടി, കാരണം ഉമ്മാക്കത് കണ്ട ഓരോന്നോരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം സന്തോഷവും ഒക്കെ പാടെ അങ്ങനെ മിക്സായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ ഞങ്ങൾ 3 ആളും കൂടി ഒരൊറ്റ ഗിഫ്റ്റായിരുന്നു ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് ഏതായാലും ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പോൾ ഇത്തവണയാണെങ്കിലും 3 ആളും 3 ഗിഫ്റ്റ് ആയതിൻ്റെ ഒരു സന്തോഷ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നുജൂമ് കൊടുത്തിട്ടുള്ളത് ഒരു അടിപൊളി ഫോണാണ്. അപ്പോൾ ഓൻ്റെ വക നല്ലൊരു സ്മാർട്ട് ഫോണും കൊടുത്തിട്ടുണ്ട്. അടുത്ത ഗിഫ്റ്റായിട്ട് വരുന്നത് നമ്മുടെ നാത്തൂനാണ് കേട്ടോ. നുജൂമിൻ്റെ വൈഫാണ്. ഓള് ഗിഫ്റ്റായിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളോട് പറഞ്ഞു, നുജൂമ് ഫോൺ കൊടുക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയ സാധനം ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വലിയ സംഭവമാണ് മക്കളെ. കാരണം ഇത് ഈ ഒരു സമയത്ത് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല അത്യാവശ്യം ലക്ഷറി പിന്നെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം അതെന്താണെന്ന്. അത് ഗേൾസ് സ്വർണ്ണമാണ്. സ്വർണത്തിൻ്റെ ഒരു കുഞ്ഞി റിങ്ങാണ് കേട്ടോ അമ്മക്ക് വാങ്ങി കൊടുത്തിട്ടുള്ളത് ഞാനെൻ്റെ ഭാഗമായിട്ട്. ഞാനൊക്കെ എന്താ വെച്ചാൽ ഓള് ഫാർമസിസ്റ്റ് ആണല്ലോ. ഓളത് ഓളെ സർട്ടിഫിക്കറ്റ് ഓള് പിന്നെ ഇവിടെ കൊടുത്തിട്ട് എന്താ പറയുക ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഓൾക്ക് അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ഓൾക്ക് സാലറി വരുന്നുണ്ട്. അപ്പോൾ ഓൾ അത് എടുത്ത് ഓള് അമ്മക്ക് വേണ്ടിയിട്ടൊരു റിങ് വാങ്ങിയതാണ്. അപ്പോൾ ഓളെല്ലാവരും ആരോട് പറയാതെ വാങ്ങിയതാണ്, സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ കുറേ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു മോതിരം വാങ്ങണം എന്ന് ഉമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും തുത്തും കേൾക്കണതിനേക്കാളെ അത് കൂടുതൽ കേൾക്കണത് ഞാനാണല്ലോ, കാരണം ഓളാണല്ലോ അവിടെ വീട്ടിലുണ്ടാവും, ഞങ്ങൾ എപ്പോഴെങ്കിലും പോണതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓളിത് എന്നും കേൾക്കണത് കൊണ്ട് ഓളത് ബർത്ത്ഡേക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. അതും കൂടി കണ്ടതുകൊണ്ട് എൻ്റെ മനപ്പുടുത്ത് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു കരച്ചിൽ തന്നെയായിരുന്നു, കണ്ടില്ല മുഖം മുഴുവൻ സന്തോഷക്കണ്ണീരൊക്കെ ആയിരുന്നു. ഇതെല്ലാം അടിപൊളിയായിട്ടുള്ളൊരു മോതിരമാണ്. പിന്നെ ഇതൊക്കെയാണ് ഉമ്മാക്ക് ഇന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ. ഇനി ഒരു ഗിഫ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്, അത് ഇന്നത്തെ വീഡിയോയിൽ പെട്ടിട്ടില്ല. കാരണം എന്താ, മോളൂൻ്റെ ഹസ്ബൻഡാണ്, മോളൂൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പെടാത്തത്. കാരണം മോളൂൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഓനെത്തിയിട്ടില്ല, ഇതുവരെ വരാത്തത് കൊണ്ട് ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല. അത് കൊടുത്തത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതില്ല, നമ്മൾ നാളത്തെ അടുത്ത വ്ലോഗിലുണ്ട്. അത് നല്ല അടിപൊളി ഗിഫ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതാ ഫോണ് തുറന്ന് കാണിച്ചപ്പോൾ ഇമ്മൻ്റെ കൺട്രോളൊക്കെ വിട്ട് പിച്ചിലൊക്കെ ആയിട്ടുണ്ട്. ഇമ്മാൻ്റെ ഫോണാണെങ്കിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ ഫോണാണ്, കുറച്ച് എപ്പോൾ കേടരട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം ഇമ്മാക്ക് എന്തായാലും വേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഓനത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതാ ഗിഫ്റ്റ് കിട്ടി. എൻ്റെ ഉമ്മാൻ്റെ ഈ ഒരു ബർത്ത്ഡേ എത്ര വയസ്സാണെന്ന് ചോദിച്ചാൽ 63 ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് അത് ആഘോഷിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ ഇങ്ങനെ ഒന്ന് റെഡി ആവുന്ന വരെ അവിടെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോന്നു. പിന്നെ ഞാൻ പറയില്ല, ഞാൻ ആദ്യം 2 റൂം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഉമ്മാൻ്റെ റൂമും തുത്തുൻ്റെ റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അതൊരു കുറച്ച് താഴെയായിട്ടാണ് കേട്ടോ, സ്റ്റെപ്പ് ഇറങ്ങി താഴെയായിട്ടാണ്. അപ്പോൾ ഈ റൂമിൽ ഞങ്ങൾ വന്ന് വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റുകയാണ്. എന്തിനാ വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലൊന്ന് ചാടിക്കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കട. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് വരുന്നത്. മക്കളൊക്കെ ഇതുമ്പ് മാറ്റി നീനുട്ടിയൊക്കെ പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും നുജൂമും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. നുജൂമൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇമ്മത അതിലേക്ക് നോക്കിയിട്ടുണ്ട്. തുത്തും കുട്ടികളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പൊക്കെ അവിടെ എന്താ പറയുക, മഞ്ഞായതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ടാണ് ഇപ്പം ആ മുണ്ട് ഇങ്ങനെ കെട്ടി വെച്ചത് കേട്ടോ. അപ്പം കഫത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അപ്പോൾ തണുപ്പടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ കാണാനും എല്ലാം ആഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോളിൽ കൂടെ മുണ്ടൊക്കെ കെട്ടിയിട്ട് ചെവി കെട്ടി വെച്ചിട്ടാണ് പിന്നെ എന്താ പറയുക
ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. മക്കൾ ഇവിടെ കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പോലെ ഈ ഒരു എന്താ പറയുക ചെറിയൊരു കുളം ഉണ്ടാവില്ല മക്കൾക്ക് കളിക്കാനുള്ള കുറച്ച് വെള്ളമുള്ള സംഭവം, അതിൽ അങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇതാ ഈ ഒരു വലിയ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഫോൺ ഇനി വെള്ളമായി അത് കേട് വരണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളിതിലേക്ക് ഇറങ്ങി കുളിച്ച് ഒരുവിധം 1 മണിക്കൂറോളം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതാ ഇവിടെ എത്തി. പിന്നെ ഫുഡ് അടിക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അമ്മ ഇതാ നല്ല സുന്ദരിയായി വന്നിട്ടുണ്ട്. ഞാനും മക്കളും എല്ലാവരും പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്, കാരണം സ്വിമ്മിംഗ് പൂളിൽ ചാടല്ലേ, അതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇന്ന് ഡിന്നറിന് എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട നെയ്ച്ചോറും മതി എന്നുള്ളത്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും പൊറോട്ട ആയിരിക്കും. പിന്നെ കുറച്ച് ആവശ്യമുള്ളവർക്ക് പൊറോട്ട ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഗീ റൈസും വാങ്ങിയിട്ടോ. അതൊക്കെ നല്ലവർക്ക് അറിയുന്നുണ്ട്. പിന്നെ ചിക്കൻ 65 ഉണ്ട്. ഇതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിക്കുള്ള ഫുഡ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അത് ഇവിടെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ് ചെയ്യണത്. ഇഷ്ടം പോലെ ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഒരു പൊറോട്ട എടുത്തു. കാരണം വന്ന മുതൽ ഫുഡ് കഴിക്കുന്ന ഒരു പണിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ല അരീക്കോട് നിന്ന് ഞങ്ങൾ പോരുമ്പോൾ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്മയും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ട് ആ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ ആ ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഫോണ് വെള്ളം ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ബാഗിലിട്ടു. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള കാഴ്ചകളൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തില്ല. പിന്നെ അത് അപ്പോഴൊക്കെ ഞങ്ങൾ ഓരോന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ച് കഴിക്കല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു പൊറോട്ടയും ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു. കറി വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും പൊറോട്ടയും പിന്നെ ചിക്കൻ 65 ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല വയറ് നിറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റൗണ്ടായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി കുറേ ഡാൻസ് കളിച്ച് അപ്പോൾ ഇവിടെ വന്നവർ പറഞ്ഞപ്പോൾ നല്ല തണുപ്പ് എന്നിട്ട് അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു നല്ല ഡിസംബർ മാസമാണ്. പിന്നെ ഇവിടെ അല്ലെങ്കിൽ നല്ല തണുപ്പ് കോടയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണല്ലോ. ആ വള്ളത്തുനിന്ന് പിന്നെ ഉള്ള എന്താ പറയുക നീന്തലും കാര്യങ്ങളോട് കഴിഞ്ഞിട്ട് എല്ലാവരും കിടുകിട് എന്ന് വിറക്കുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയാൽ അവിടെ എത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു തണുപ്പ് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കക്കാടം പോയല്ലേ തണുപ്പുണ്ടാവും എന്നുള്ള ഒരു ബുദ്ധിയും കൂടി എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തീരെ ആലോചിച്ചില്ല. അപ്പോൾ അല്ലെങ്കിൽ സ്വെറ്ററോ കാര്യങ്ങളൊക്കെ എടുത്താൽ മതിയായിരുന്നു. ഞാൻ സാധാ ടീഷർട്ടും ഇതൊക്കെയാണ് എടുത്തത്. എനിക്കാണെങ്കിൽ സാധാ ഒരു ചുരിദാറും ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നീനുട്ടിക്കൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഓളിൻ്റെ ഷാളൊക്കെ പൊതിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ലതാണോ ഇതും നീനുട്ടിയാണ് ആ ഷാളിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടു കഴിച്ചതിന് ഇതവിടെ ഉണ്ട്. നോക്ക് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. പിന്നെ തീ കത്തിച്ച് ആ ഒരു ചൂട് തട്ടിയപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉഷാറായത്. പിന്നെ കുറേ നേരം പാട്ടും കളിയും ഡാൻസും മക്കളൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് അതിന് എന്താ പറയാൻ പറ്റിയതുണ്ടായിരുന്നു കേട്ടോ. പാട്ട് ഉറക്ക സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. ഓലോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്പീക്കറൊക്കെ കൊണ്ടുവന്നു. അതിലേക്ക് രുചും ബ്ലൂടൂത്തൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ വെച്ച് എല്ലാവരും ഇന്ന ആളെന്നൊന്നുമില്ല എല്ലാവരും ഇറങ്ങി കളിക്കുന്നു. ഇമ്മ മുതൽ ഇറങ്ങി കളിക്കുന്നു. ഇപ്പം പിന്നെ എന്താ പറയുക കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ക്ഷീണമായിട്ട് ഇപ്പോൾ വേഗം പോയി കാണുന്നു കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാവരും ഇതാ തകൃതിയോടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ എന്താ പറയുക സ്വിമ്മിംഗ് പൂളിലും ഇവിടെ എന്തും മോളൂനെ കാണുന്നുണ്ടാവില്ല. കാരണം ഓക്ക് രാത്രി ആയപ്പോൾ ഓക്ക് തീരെ വയ്യാണ്ടായി. പിന്നെ എന്താ പറയുക ഐറൂസിനും വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ ഇതിന് ഓല് രണ്ടാളും വേഗം ഉറങ്ങാൻ പോയി. മോളൂൻ്റെ ഹസ്ബൻഡ് വന്ന് നേരെ ഓലും കിടക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു ക്യാമ്പറും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പിന്നെ ആദ്യം പോയി ആ റൂമിൽ എമ്മാൻ്റെയൊക്കെ അവിടെ എത്തിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പിന്നെ കള്ളനും പോലീസും കളി, പിന്നെ എന്താ വേറൊരു പേര് എന്താ കളി മാഫിയ എന്നുള്ളൊരു കളി, അങ്ങനെ കുറേ ഗെയിമുകൾ കളിച്ചിട്ടോ. മക്കളും എല്ലാവരും ഉണ്ട്. മോളും ഉണ്ടായിരുന്നില്ല കേട്ടോ. മോളും ഇല്ല എന്നുള്ളത് പ്രത്യേകം പറയണല്ലോ. കാരണം ഓക്ക് അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ ഓക്ക് അതിനൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, വയ്യാണ്ടായിപ്പോയി. എന്തായാലും ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3:30 ആയിരുന്നു കിടന്നപ്പോൾ. ഓലൊക്കെ എല്ലാവരും റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പോയി കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഞാനും തുത്തും ഒരുമിച്ച് അങ്ങോട്ട് കിടക്കും. ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ കിടക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോന്നു. ഉമ്മയപ്പൊക്കെ മറ്റേ റൂമൊക്കെ പോയി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറേ നേരം ഒരു 3:30 കിടന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ ഇനി നാളത്തെ, അതായത് തിരിച്ചു പോകുന്ന ദിവസത്തെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കമൻ്റായിട്ട് പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കിടക്കട്ടെ, നാളെ രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം കോടമഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.